എന്താ പറയാലേ നമ്മള് പോകും പറഞ്ഞ പോന്ന് കാണാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കണത് ആതിരപ്പള്ളി വാൾപ്പാറ വഴി ഒരു ചെറിയൊരു കൊച്ചിക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പോ ഇത് ഈ പൂവിന് എന്താ നിങ്ങൾ പറയാ, നാട്ടിൽ എന്താ പറഞ്ഞിരുന്നത് ഒന്ന് കമന്റ് ആയിട്ടോ. ഗൈസ്, തമിഴ്നാട് ബസ്സൊക്കെ ഉണ്ട്. എരണിക്കലാണ് നമ്മളെ നാട്ടിലത്തെ എരണിക്കല്. അങ്ങനെ ചെക്കന്മാരെല്ലാരും ഓരോരോ വൈബിലാണ്. ഗൈസ് അത് വ്യൂ നോക്കി, അവിടെ ഡാം ഉണ്ട് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ ആ സൈഡില്? കോഴിക്കോട് ബീച്ചാണ്. ദുബായിന്റെ സൈഡ്. അതെ, വലിയത് ഇതിലേക്കോ പോവുണ്ട്. എങ്ങട്ടാ ഏടാ ആയിമുട്ടിയ എങ്ങട്ടാ? ഗൈസ്, അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കണേ. ഓ ഗൈസ്, കിടലം എങ്ങട്ടാ വലിയ പോണെന്ന് ഒരു പുടുത്തല്ല ഗൈസ്. പാനൊക്കെ പോണ്ട്. എടാ അവിടെ നിക്കാൻ പറ്റുമോ? ഫോറസ്റ്റ് വന്നാണ്ട് ആട്ടി പറഞ്ഞേക്കോ അല്ലേ? അതെ, പോവാ. കാണുന്നതാണ് ഡാം. അത് നമ്മളെ ചെക്കന്മാരുടെ അടുത്തേക്ക് എത്തിയാണ്. എന്താ നിങ്ങൾക്ക് പറയല്ലേ? പറയ് ഫസ്റ്റ് തന്നെ വേണ്ടി. അടിപൊളി, ഒന്നും പറയാല്ല. സാധല്ലേ പിന്നെ അടുത്ത ഇപ്പൊ വണ്ടി കയറിയ തുടങ്ങി. ആരെ വരുന്നുണ്ട്, നമ്മളെ ആട്ടി പറഞ്ഞേക്കാന്നാ തോന്നുന്നുണ്ട് ഗൈസ്. അന്റെ ഈ നിർത്ത എങ്ങോട്ട് പോലും പോണല്ലേ? ഫോറസ്റ്റ് ഏരിയ ആണ്. ഒരു അന്തമുണ്ടോ? വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ചെക്കന്മാരാണ് ആ പേരുന്നേ. ഒരു അന്തമൊന്നുമില്ലാത്ത ടീമാണ്. ഈ പൂവിന്റെ പേരെന്താ? ഈ പൂവിന് എന്താ പറയാ? പുഷ്പം. മീനെ ടാടാ എന്താടാ? അമ്പത് കിലോ അല്ല ഓന്, 80 കിലോ അല്ല മറ്റോനെ പൊന്തിച്ചടക്കുക. എന്നാ ഒന്ന് മുസ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞ. അപ്പൊ ബാക്കി വിശേഷങ്ങള് നമ്മള് കാണാതെ. ഈസ, ഇത് നമ്മളെ നാട്ടിലെ പൂവല്ലേ? ഏത് കടലാസ്? അതെ,
റൂട്ട് അടിപൊളി അല്ലേ? റൂട്ട് എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ ഗൈസ്? അപ്പൊ നമ്മളിങ്ങനെ ഈ ചുരം കയറിയോണ്ട് നിൽക്കുകയാണ്. ഏകദേശം എത്ര വളവുണ്ട് തന്നെ? 40 വളവുണ്ട്. അപ്പോൾ നമ്മളേകദേശം എത്ര വളവ് ആയിപ്പോ? ഏകദേശം 9ാമത്തെ വളവാണ്. 9ാമത്തെ വളവിൽ തന്നെ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പോവാനുള്ളതാണ് ഗൈസ്. അവിടുത്തെ നല്ല വ്യൂ ആണ്. പിന്നെ നമ്മള് മേലിലൊക്കെ ബസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ലാസ്റ്റ് 40ാമത്തെ വളവിലെത്തിയിട്ട് അവിടുത്തെ വ്യൂ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അല്ലേ? അപ്പൊ നമ്മൾ ഏകദേശം 10ാമത്തെ വളവ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഇവിടുത്തെ വ്യൂ ഒരു ബസ് വരുന്നുണ്ട്. യെസ്, 10ാമത്തെ വളവത്തെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നപ്പോ. കിടിലം വ്യൂ ആണ്, ഒരു രക്ഷയില്ല. അതിലെ മേൽക്കൂടെയൊക്കെ നമുക്ക് പോവാനുള്ളതാണ്. കുറെ കുറങ്ങന്മാർ. അപ്പൊ ഇതെന്താ ചെട്ടിയറെ? കാട്ടുവായാണെന്ന് ഓൻ പറയണേ. നിറച്ച് കൊരങ്ങന്മാരുണ്ട്. നമ്മോട് പറഞ്ഞത് എന്റെ വാപ്പ പറഞ്ഞത് അവിടെ എവിടെയെങ്കിലും വർക്ക് കിട്ടാണ്ട് വല്ല പോരാന്ന് പറഞ്ഞത്. ഇപ്പൊ 12ാമത്തെ വളവെത്തി. ഓ മൈ ഗോഡ്, നിങ്ങളിത് കാണും. ഒരു ഗ്യാപ്പ് നമ്മളെ ഒപ്പം വന്നോലെ കാണാല. അതിൽ നമ്മളിപ്പോ കയറി വന്നേട്ടാ. 8ാമത്തെ 9ാമത്തെ വളവാണ് കാണുന്നത്. അതെ, നമ്മളിപ്പോ ഏകദേശം ഒരു എത്രാമത്തെ വളവാ മിസ് ചെയ്ത് അറിയോ? 28ാമത്തെ വളവിലെത്തിക്കണ്. എല്ലാരും ഓരോരോ വൈബിലാണ്. വൈബില്ലേ? ഒരുത്തവിടെ ഉറങ്ങിയന് ഇപ്പൊ നീച്ചിക്കണ്. ഗൈസ് നമ്മളെ വണ്ടി നോക്കി ഗൈസ്, ഓപ്പൺ ആക്കി പോന്ന. ഓ ഏത് ഫ്രെയിമീസാ! ഇതാണ് നമ്മൾ 28ാമത്തെ വളവിലെത്തിയപ്പോ വ്യൂ ആണ് ഈ കാണുന്നത്. 28ാമത്തെ വളവില് അല്ലേ? അപ്പം ഗൈസ് അവിടെ ഏതോ ഒരു സിറ്റി കാണുന്നുണ്ട്. ഈസ അതേതോ സിറ്റി? കോഴിക്കോട് ടൗൺ ആണ്. പൊള്ളാച്ചി പറയണു, കോഴിക്കോട് സിറ്റി അറിയണു. ഏതാണ് ഇപ്പൊ അവിടെ കാണണ്ട? ഇതാണോ? അവിടെ ചെറിയൊരു ചോലുണ്ട്. കോഴിക്കോട് ബീച്ചാ. കോഴിക്കോട് ബീച്ചല്ലേ? കോഴിക്കോട് ചെറിയ കണ്ടം ബിൽഡിംഗ് ഇതാണ്. അപ്പൊ നമ്മളെ എരണിക്കൽ ബസ് അടി കൂടെ വരുന്നുണ്ട്. മജൂസ്കിന്റെ ഹോളിഡേസ് വരുന്നുണ്ട്. എത്ര വലിപ്പുള്ളൂ നമ്മളെ. അവിടെ ഒരു നല്ലൊരു എന്താ ഡാമിന്ന് തന്നെ വെള്ളാക്കല്ലേ? അപ്പൊ നമ്മളെ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വന്ന പൊറോട്ടയും മുട്ടക്കറി. എന്റെ സൗണ്ടൊക്കെ എന്തേ ദിന? എങ്ങനെയുണ്ട് പൊറോട്ടയും മുട്ടക്കറി? അടിപൊളി. ഓക്കെ, എല്ലാവരും സാമ്പാറുണ്ട്. നമ്മളെ മുട്ടയും പൊറോട്ടയും കറി. ഈസ എന്താ കേട്ടോ? അടിപൊളി. എന്താണ്?
ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി റിവ്യൂ പറയുന്നതാണ് അല്ലേ? രാവിലത്തെ ബില്ല് എത്ര? 1300. 1300. ചായ കുടിച്ചു ഗൈസ്. തിന്നൊക്കെയല്ല ആക്രമിച്ചൊക്കെ. എന്താ രാവിലത്തെ ചായക്കടി മാത്രം എത്ര? 1300. പൊറോട്ടി മുട്ടക്കറിയും മിസ്സബേ പൊറോട്ടി മുട്ടക്കറിയും 1300. ഉച്ചക്ക് ഗൈസ് ഇതാണ് നമ്മള് ചായ കുടിച്ച കട. എന്താ കുത്തിറക്കണേ? അതിന്റെ ഇടയിൽ മീൻ വെക്കണ വണ്ടി ഒന്ന് കച്ചവടം ഡീലാക്കണ്ടേ നമ്മളെ കൂട്ടത്തില്. അതാണ് തോണിക്കാരായില്ല കിണ്ണാൻ കാച്ചത്. അതാണ് നമ്മള് ചായ കുടിച്ച കട. റെഡി പൈസ റെഡി കച്ചവടം. നോക്കി പറയ്. സിൽവർ ആകോലെ ഡൂബ്ലി ആകോലെ. എന്ത് പോണ് ഗൈസോന്റെ കോസ്റ്റ്യൂം ഒക്കെ ഗൈസ്. ഞങ്ങളെ കൂട്ടത്തില് ഏറ്റവും നല്ല ഗ്ലാമർ ഉള്ള ചെക്കനാ. ഇവിടെ നല്ല ചർച്ചയാണ് ഗൈസ്. സവനപ്പൊടിച്ചാണ് രാവിലെ 7 മണിക്കാണ് സവനപ്പൊടിച്ചു. എന്ത് അണ്ണാ നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ് അണ്ണനെ. വാൾപ്പാറയിലെ പൂണ്ടിയെണ്ണം കാട്ടുള്ളി രാജ കാട്ടുള്ളി കാട്ടുള്ളി. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഒരു പുഴ വരി കണ്ടപ്പം ഇതെന്താ പറയാ ഡാമിന്ന് വരുന്ന വെള്ളം കണ്ടപ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വിചാരിച്ചു. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോയി നോക്കട്ടെ ഗൈസ്. എന്താ മട്ടാണ് അവിടെ ടീമാള് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇപ്പൊ ഓൾറെഡി. എടാ ഇതിൽ ആന വരലുണ്ട് ഇതില്. ഗൈസ് നോക്കൂ, ഇവരൊക്കെ പിന്നെ ബ്യൂട്ടി നോക്കുന്ന ആൾക്കാരാ. മുഖം സോപ്പിട്ട് കേൾക്കും. എങ്ങട്ടെ നോട്ടെ കേക്ക് റെഡി ആയിട്ടില്ല. ഇതൊക്കെ സൈഡ് കൂടെ. ഓ ആ ഇതാണ് കലക്കിയാട്ട്. ഇല്ല ഭാര്യ തേച്ചില്ല ഒന്നായിട്ട്. കവറിലാക്കണോ? മറ്റേ വായക്കിട്ട് കൊടുക്ക. വളമിട്ട് വായ നാക്കണ്. നമ്മള് വല്ലാതെ ഇവിടെ നിൽക്കണ സേഫ് അല്ല. ആന ഇറങ്ങി വരും തോന്നുന്നുണ്ട്. അതെ നോക്കൂ ഏത് സൗണ്ട്. നാച്ചുറൽ ബ്യൂട്ടി ആണല്ലോ. അപ്പൊ എങ്ങനെ നാച്ചുറൽ ബ്യൂട്ടി നാച്ചുറൽ എന്ത് എന്ത് ഇന്റെ കുട്ടിക്ക് എന്തേ? ഏയ് അഭിലാസേ, ഏയ് അഭിലാസേ. ഗൈസ് അപ്പൊ നമ്മള് മേലേക്ക് കയറാണ് ഗൈസ്. അട്ട കടിച്ചു ഗൈസ്.
അട്ടടിച്ചാ ഇഞ്ചി വെത്തുണ്ടോ നമ്മള് ഫുഡ് കഴിക്കാൻ പോയപ്പോഴേ എന്റെ ബ്ലഡ് ഒന്നും അട്ടക്കും വേണ്ടെന്ന് പറഞ്ഞു. വേസ്റ്റാ ബ്ലഡി ഫുൾ യൂസ്ലെസ്സിനൊക്കെ എത്തിനാ യൂസ്ലെസ് ഒരുത്ത നല്ല ചാമ്പി ഉറങ്ങാണ് ഇവിടെ ഏയ് ഉറങ്ങി ആൾട്ടായിക്കണ്. എന്തൊക്കെ പറയാ അതെ ഡേ ടു കൊച്ചി. അപ്പൊ സന്ദർശിക്കാൻ വന്ന ആൾക്കാര് ആ ഗായ്സ് നോക്കൂ ഗായ്സ്, ഒരു കയൽ വണ്ടി കണ്ടു നമ്മള്. കയൽ വണ്ടി കണ്ടു. ചെല്ലി പോയിട്ടാ ഗൈസ്. അപ്പൊ നമ്മള് ഇതിലെങ്ങനെ വന്നപ്പോ ഒരു ഹിഡൻ സ്പോട്ട് കണ്ടു. ഇങ്ങനെ വള്ളത്തില് കുളിക്കുന്നു നമ്മളെ ചെക്കന്മാരവിടെ ഉണ്ട്. കുറച്ച് പേര് ഇവിടെ ഉണ്ട്. ജിത്താനുണ്ട്, ഷേട്ടിയാറുണ്ട്, ഈസാനുണ്ട്. ജിത്ത ഒരു ഹായ് കൊടുത്ത ഈസ ഒരു ഹായ് ഹായ്. ഏയ് അജിലാസ് ഹായ് ഹായ്. ഒരുത്ത മീൻ പിടിച്ചായിരിക്കാം. എന്താ ഒന്നും എടുക്കുക. എന്താണ് ഗൈസ്, ഇതിലൊന്നും പെടാതെ കുറച്ച് ടീമാള് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തർ ഇത് ഗൈസ് നിങ്ങൾ സ്ഥലം നോക്കൂ. ഓഹോ, ഇതിലൊന്നും പെടാത്ത കുറച്ച് ടീമാളവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തേക്കൊന്ന് നമ്മൾ പോയേക്കാം. അതെ, അവിടെ ഒരു ടീം കുളിക്കുന്നുണ്ട്. ഒരു ടീം കുറച്ച് മാറി വന്ന് കുറച്ച് കന്നാളെടുത്ത് വേറെ കന്നുകൾ വന്ന് ഇരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ക്ഷീണിച്ചോ? പിന്നെന്താ? ക്ഷീണല്ല, എന്താണ് കുറെ നേരം വണ്ടിയിൽ ഇരുന്നതിന്റെ ഒരു ഇത് ക്ഷീണം. അതന്നെയല്ലേ ഞാൻ ചോദിച്ചു, ക്ഷീണിച്ചോ? കൊച്ചി പോയി അടിച്ചു പൊളിക്കണം. അതെ, ഡേ ടു കൊച്ചിയിലാണ്. അതെ അതെ, ആതിരപ്പള്ളി കാണിച്ചു കൊടുത്തില്ല. ഇത് ബിസിനസ് മാനാണ്. കോൾ അങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഡിസ്പ്ലേ പോയി അറിയില്ല, ഓണാണില്ല. ഗൈസ്, പുതിയ ഫോൺ ഇപ്പം നന്നാക്കി കൊണ്ടുവന്നതാ. ഫോൺ ഓണാണില്ല. എന്താണ് എന്തെന്റെ കുട്ടിക്ക് പറയാ? ഒന്നും പറയാനില്ല. ക്ഷീണിച്ചോ? സുഖല്ല, ക്ഷീണിച്ച ജലദോഷാണ്. ഒരു ഡോളോന്റെ കുറവുണ്ട്. അന്റെ ഉണ്ടോ? ഒരുത്തം ഇവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. ഹായ് അറിയൂ. ആ ചെല്ലി ചെരുപ്പൂരി മാറി കണക്ക് എന്തിനൊക്കെയാടാ? എല്ലാം കൊണ്ട് ലാഭം. 50 രൂപേന്റെ സോക്സ് വാങ്ങിയ ലാഭം. നമ്മളെ ചെരുപ്പ് പൊട്ടി. എന്നൊരു പറയട്ടെ,
ട്രൗസറും കൂടി ഇല്ല മതി. എന്നോ കാലത്ത് താരതോ വെറുതെ കിട്ടൂലേ തരീക്കൊക്കെ എന്താണ്ട് ഉപ്പിലും പുളി ഗൈസ് എല്ലാവരും അങ്ങനെ കുളിച്ച് കയറി. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് പോവാണ് ഡയറക്റ്റ് കൊച്ചി പോകാണ് അല്ലേ. ഇനി കൊച്ചി, ഇനി ഡാറ്റു കൊച്ചി. ഇത് അതിമനോഹരമായ തോട്ടാണ്. പോലെന്നാ തോട്ടത്തിന്റെ നടുവിലൊരു ഇവിടെയും ആനപ്പിണ്ടി. ആനപ്പിണ്ടി മാത്രം, ആനനെ കണ്ടില്ല അല്ലേ. ഫുള്ള് പോയിട്ട് ആന കണ്ടില്ല, ഒരു ആനനെ കണ്ടില്ല. ആനപ്പിണ്ടി ആണെങ്കിൽ ഇഷ്ടം പോലെ.